ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മായിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് പുതിയ വീട് മേടിക്കുന്നതിനായിട്ട് വീടിൻ്റെ ഷെയർ രവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് തയ്യാറല്ല എന്നുള്ളൊരു ഒറ്റ വാക്ക് നമ്മുടെ രവി പറയുന്നുണ്ട്. കൂടുതൽ തന്നെ പറയുകയാണ്, ഇപ്പം എനിക്ക് താല്പര്യമില്ല, അതേ രീതിയിൽ തന്നെ ചന്ദ്രയോട് ചോദിച്ചാലും ചന്ദ്രയ്ക്കും താല്പര്യമില്ല എന്ന് തന്നെ പറയുകയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി നേരെ ചന്ദ്രയുടെ നേരെ തിരിയുന്നുണ്ടല്ലേ. ചന്ദ്രയാണെങ്കിൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് സച്ചി പറയുന്നത്, നിനക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിന് കാര്യങ്ങൾക്കും മറ്റും പൈസ അയച്ചത് പാലറടത്തിയുടെ അങ്കിളല്ലേ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കാൻ പറയുന്ന സമയത്ത് ശ്രുതി ആകെ പെട്ട അവസ്ഥയിലായി പോവുകയാണ്. എന്നാൽ അത് ഒരു നല്ലൊരു ഐഡിയ ആണെന്ന് ശ്രുതിക്കും ചന്ദ്രയ്ക്കും തോന്നുകയും അവരപ്പം തന്നെ അങ്കിളിനെ വിളിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രുതി അങ്കിളെന്ന വ്യാജേന മീരയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മീരയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ ശ്രുതി എവിടെ പെട്ട അവസ്ഥയിലാണെന്ന്. അതുകൊണ്ട് തന്നെ ശ്രുതി ചോദിക്കുന്നതിനെല്ലാം തന്നെ തിരിച്ച് രസകരമായ രീതിയിൽ തന്നെയാണ് മീര മറുപടി പറയുന്നത്. ആ ഒരു സംസാരത്തിനിടയിൽ തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ ചാടി പോവുകയും അപ്പോൾ തൊട്ടപ്പുറം നിൽക്കുന്ന രേവതിയാണ് ഫോൺ ചാടി കയ്യിലെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ പേടിയോടുകൂടി തന്നെ രേവതിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ശ്രുതി മേടിച്ചതിന് ശേഷം മീരയോടായിട്ട് പറയുകയാണ്, എങ്ങനെയും പൈസ അയച്ചു തരണമെന്നൊക്കെ പറയുന്ന സമയത്ത് മീര പറയുക, നിന്റെ അങ്കിളെ അഭിനയിക്കുന്ന ബീരാനിക്കോട് വേണം ഞാൻ 7 കിലോ ഇറച്ചി കൊണ്ടുതരാനായിട്ട് പറയാം, എൻ്റെ അതും മതിയോ ശ്രുതി, നീ വീട്ടിലുള്ളവരെ പറ്റിക്കുന്നത് നിർത്തിയതിന് ശേഷം സത്യങ്ങളെല്ലാം തന്നെ എല്ലാവരോടും തുറന്നു പറയുന്ന സമയത്ത് അതൊന്നും പറ്റുകയില്ല, അതൊന്നും ഒരു ഓക്കെ ആവുകയില്ല, എന്തായാലും അങ്കിളിനെ കൊണ്ട് പറ്റുകയില്ല എന്നാണ് ശരി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാൻ കേട്ടോ. കോള് കട്ട് ചെയ്തതിന് ശേഷം അങ്കിളിന് പൈസ അയച്ചു തരാൻ പറ്റുകയില്ല, അക്കൗണ്ട് ഫുള്ള് ഫ്രീസ് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റയടിക്ക് 70 ലക്ഷം രൂപയൊന്നും എടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞെന്നൊക്കെ പറയുമ്പം ശ്രുതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം ശ്രുതി രവിയോടായിട്ട്, അച്ഛൻ കേട്ടില്ല, എനിക്ക് പണം കിട്ടില്ല എന്നാണ് അറിഞ്ഞത്, എത്രയും വേഗം തന്നെ വീട് ഭാഗം വെക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നടക്കില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി അമ്മയെ എന്ന് വിളിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളൂ, വീട് ഭാഗം വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. തൊട്ട് പിന്നാലെ ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെ രേവതിയും സച്ചിയും പോകുന്നുണ്ട് കേട്ടോ. രേവതി സച്ചിയെ മാറ്റത്തിന് ശേഷം പറയുന്നുണ്ട്, സച്ചിയേട്ടാ ശ്രുതി വിളിച്ചത് അവക്കടെ അങ്കിളിനാണ് സച്ചിയാണ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് ചോദ്യവും ഉത്തരവും എല്ലാം തന്നെ ശ്രുതി തന്നെയാണ് പറയുന്നത്. അവൾ അങ്കിളിനെ എല്ലാം വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അതുമല്ല അവൾ പതിയാണ് സംസാരിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അവളുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് സച്ചി പറയുമ്പോൾ അതൊന്നും വേണ്ട, കാലം തെളിയിക്കും സത്യം എന്നത്, എന്തായാലും നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയായിട്ട് പറയാണ്ടോ. പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തുമാണ്. വർഷയും ശ്രീകാന്തും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി പുതിയ വീട് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് രവിനോട് ഷെയർ ചോദിച്ചതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായി എന്ന് തന്നെയാണ് ഇരുവരും പറയുന്നത്. ആ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ വന്നതിന് ശേഷം ശ്രുതി വർഷയോട് പറയുന്നുണ്ട്, വർഷയെ നിനക്ക് മാത്രമേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ അച്ഛനോട് ചോദിച്ചിട്ട് 75 ലക്ഷം രൂപ ഒന്ന് മേടിച്ച് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്തിനും വർഷയ്ക്ക് ഷോക്കാവുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ശ്രുതിയാണ് എൻ്റെ പറയുന്നത്, ഞാനായി തന്നെ അദ്ദേഹത്തോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ഒരു തവണ എൻ്റെ പണം തന്ന സമയത്ത് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് ആവശ്യമില്ലാതെ തിരിച്ചു കൊടുത്തു, പക്ഷേ ഇപ്പം എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, നീ ഒന്ന് ചോദിച്ചു നോക്കൂ വർഷേ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ചോദിക്കുകയില്ല, സുധിയേട്ടൻ്റെ അച്ഛനോട് ഷെയർ ചോദിച്ച പോലെ ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനോട് പണം ചോദിക്കുകയില്ല, അച്ഛൻ എൻ്റെ അത്യാവശ്യത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്രയും നിലയിലെത്തിച്ചു, ഇനി എനിക്കുള്ളത് ഞാൻ തന്നെ സമ്പാദിച്ചോളാം എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും നിനക്കുള്ളത് നീ സമ്പാദിച്ചു, ഞങ്ങൾക്ക് കടമായിട്ട് തന്നാൽ മതി, എത്ര വേഗം ഞാൻ തിരികെ നൽകിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നടക്കാൻ പോവുകയില്ല സുധിയേട്ട വേറെ വഴി നോക്കിക്കൊള്ളാനായിട്ട് വർഷയും ശ്രീകാന്തും ഓരോ ഉറച്ച തീരുമാനം പറയുമ്പോഴത്തേക്കും ആർക്കും എന്നോട് സ്നേഹമില്ല, ഈ ഒരു കുടുംബത്തിൽ വന്നുപെട്ട എന്നെ പറഞ്ഞാൽ മതി, ഡെയിലി ശമ്പളം മേടിക്കാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ബിസിനസ്മാനായി എന്നെ സഹായിക്കാൻ ആരുമില്ല, എല്ലാവർക്കും ഞാൻ വീട് മേടിക്കുന്നതിൻ്റെ കുശുമ്പും അഹങ്കാരവുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് വഴക്കിട്ട് പോകുന്നുണ്ട്. തൊട്ട് പിന്നാലെ ശ്രുതിയും ഇവരുടെ റൂമിലേക്ക് ചെന്നതിന് ശേഷം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് മേടിക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല, സച്ചി രേവതിയും തങ്ങൾ സഹായിക്കാൻ തയ്യാറല്ല, ആ കൂട്ടത്തിന് ശ്രീകാന്തും വർഷയും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ വീട് മേടിക്കുന്നതിൽ അവർക്ക് കുശുമ്പുണ്ട് ശ്രുതി, അതുകൊണ്ടാണെന്ന് ശ്രുതി മറുപടി പറയുകയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ശ്രുതി പറയുന്നത് ഒന്നുകൂടി അച്ഛനോട് ചോദിച്ചു നോക്കും, അച്ഛൻ അങ്ങനെ പണം അയച്ച് തന്നാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒരു ഞെട്ടലോടുകൂടി തന്നെ ശ്രുതിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒരിക്കലും നടക്കില്ല ശ്രുതി, അച്ഛൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം, അല്ലാതാണ് ഈ കൊടുത്ത 35 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നഷ്ടമാവുമെന്നൊക്കെ ശ്രുതി പറയുകയാണ്. ഇതേ സമയം തന്നെ രേവതിയും സച്ചിയും കൂടെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീടിനെ പറ്റിയാണ്. വീട് നല്ല ഭംഗിയുണ്ട്, ഒരുപാട് റൂമുണ്ട്, പക്ഷേ ഈ ഒരു വീട് മേടിക്കുന്നതിന് മുന്നേ അവൻ പണം കയ്യിൽ വെക്കാതെയാണ് ശ്രുതി എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങിയത്, അവനിപ്പോൾ അച്ഛനോട് ഷെയർ ചോദിച്ചിരിക്കുന്നു എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് എന്തായാലും അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, അച്ഛനോട് ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല, പക്ഷേ എനിക്കിപ്പോൾ പേടിയുന്നത്
നിങ്ങളുടെ ചേട്ടൻ ഈ ഒരു വീട് മേടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ ഇങ്ങോട്ട് വരും, അമ്മയുടെ തൊട്ട് പിന്നാലെ തന്നെ അച്ഛനും പോരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും രേവതി അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ട് ഞാനും അച്ഛനും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്രണ്ട്ഷിപ്പ് മൈൻഡോട് കൂടി തന്നെ നിൽക്കുന്നവരാണ്, ഒരിക്കലും അച്ഛൻ എന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് അതെനിക്കറിയാം, പിന്നെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാ ചോദിച്ചത്, അല്ല രേവതി നിൻ്റെ മനസ്സിലെ വീട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്രയും വലിയ വീടൊന്നും വേണ്ട, എനിക്ക് ഒറ്റ നില വീട് മതി, നടുക്കൊരു നടുമുറ്റം വേണം, മാത്രമല്ല ഒരു വരാന്തയും വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് പോലെ തന്നെയാണ് രേവതി നിൻ്റെ മനസ്സ്, ഈ വരാന്ത എന്തിനാണ് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പം എന്തിനാ നമുക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വർത്തമാനം പറയാമല്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. കുടുംബക്കാർക്ക് മാത്രമല്ല, ഒരു മഴയോ വെയിലിൻ്റെ ശക്തിയോ കൂടിക്കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്നവർക്കും കയറിയിരിക്കാൻ സൗകര്യത്തിനാണ് നേരത്തെ വരാന്ത കെട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പട്ടിയെ കെട്ടിയിട്ട് എല്ലാവരും ആ ഒരു സൗകര്യം മാറ്റി തരണം. പക്ഷെ നമ്മൾ വീട് കെട്ടുന്ന സമയത്ത് വരാന്ത നല്ല നീളത്തിൽ തന്നെ കെട്ടിയിടണം. ഇതേപോലെ പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കയറാൻ പറ്റുന്ന സൗകര്യമുള്ള വീടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടേതായ കുറേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.